റിസീവ് ഓൺലി ഹോം ടി വി സിസ്റ്റം. ഇതിന് എക്സാമ്പിളാണ് ഡയറക്റ്റ് ഹോം DTH ടി വി സിസ്റ്റം. ഇവിടെ റിസീവ് ഓൺലി ആണ്. അപ്പം അപ്ലിങ്ക് ഇല്ല, നോ അപ്ലിങ്ക്, ഡൗൺ ലിങ്ക് മാത്രമേ വരുന്നുള്ളൂ. സോ ഇൻ്റർഫറൻസ് കുറവായിരിക്കും. ഹോം യൂസേഴ്സിനുള്ള ലൈസൻസിങ് ഇഷ്യൂസ് ഒന്നും ഡൗൺ ലിങ്ക് മാത്രമായതുകൊണ്ട് വരുന്നില്ല. ഡിഷ് പെർമനൻ്റ് ആയിട്ട് ഒരു ജിയോ സ്റ്റേഷൻ്റെ സാറ്റലൈറ്റ് അലൈൻ ചെയ്യുന്ന തരത്തിലായിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി ബാൻഡ് KU ബാൻഡ് അല്ലെങ്കിൽ C ബാൻഡ്. നോർമൽ കേസിൽ മോസ്റ്റ് ഓഫ് ദ കേസസ് KU ബാൻഡാണ് DTH സർവീസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഹയർ ക്വാളിറ്റിയാണ്, സ്മോളർ ഡിഷസ് ആണ്, ലോ കോസ്റ്റ് ആൻഡ് സിമ്പിൾ ടു ഇൻസ്റ്റാൾ. ഇതിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത് ഔട്ട്ഡോർ യൂണിറ്റും ഉണ്ടാവും, ഇൻഡോർ യൂണിറ്റും ഉണ്ടാവും. ഔട്ട്ഡോർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൂഫ് ടോപ്പിലേക്ക് വെക്കുന്ന പരാബോളിക് ഡിഷ് ആൻറ്റിന വരുന്ന ആ സെറ്റപ്പാണ് ഔട്ട്ഡോർ യൂണിറ്റിൽ വരുന്നത്. ഔട്ട്ഡോർ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഭാഗം പരാബോളിക് ഡിഷ് ആൻറ്റിന തന്നെയാണ്. കളക്ട്സ് വീക്ക് ഡൗൺലിങ്ക് സിഗ്നൽ ഫ്രം ദ സാറ്റലൈറ്റ് ആൻഡ് ഫോക്കസ് ദം ഓൺ ടു ദ ഫീഡ് ഹോൺ. ഫീഡ് ഹോൺ എന്ത് ചെയ്യും? പിക്കപ്പ് ഫോക്കസ്ഡ് സിഗ്നൽ ഫ്രം ദ ഡിഷ്. പിന്നെ വരുന്നതാണ് ലോ നോയ്സ് ബ്ലോക്ക് കൺവേർട്ടർ. ഇതാണ് ചെയ്യുന്നത്, സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന വീക്ക് സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യും, നോയ്സിനെ സപ്രസ് ചെയ്ത് വീക്ക് സാറ്റലൈറ്റ് സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യും. പിന്നെ അവിടെ ഒരു കൺവേർട്ടർ ഉണ്ട് അല്ലേ, അവിടെ ഒരു കൺവേർഷൻ നടക്കുന്നുണ്ട്. ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ ലോ ഫ്രീക്വൻസി സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. അതെന്തിനാണ്? സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന ഡൗൺലിങ്ക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ GHz റേഞ്ചിലാണ്. GHz റേഞ്ച് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിയാണ്. ഇനി ഔട്ട്ഡോർ യൂണിറ്റിൽ നിന്ന് ഇൻഡോർ യൂണിറ്റിലേക്ക് ഡാറ്റനെ സെൻഡ് ചെയ്യുന്നത് കൊയാക്സിൽ കേബിൾ വഴിയാണ്. സോ കൊയാക്സിൽ കേബിൾ ഒരിക്കലും ഹൈ ഫ്രീക്വൻസിനെ താങ്ങാൻ കഴിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ഹൈ ഫ്രീക്വൻസിയെ ലോ ഫ്രീക്വൻസിയായിട്ട് കൺവേർട്ട് ചെയ്യണം. ആ ഫങ്ഷൻ ചെയ്യുന്നത് LNB ആണ്, ലോ നോയ്സ് ബ്ലോക്ക് കൺവേർട്ടർ ആണ്. ഹൈ ഫ്രീക്വൻസി സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന ഹൈ ഫ്രീക്വൻസി സാറ്റലൈറ്റ് സിഗ്നൽസിനെ ലോ ഫ്രീക്വൻസിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ലോ നോയ്സ് ബ്ലോക്ക് കൺവേർട്ടർ. ഓക്കെ, അവിടുന്ന് നേരെ ലോ ഫ്രീക്വൻസിയിലേക്ക് വന്ന സിഗ്നൽസിനെ ഇൻഡോർ യൂണിറ്റിലേക്ക് കോയാക്സിൽ കേബിൾ വഴി കടത്തിവിടും. സെറ്റ് ടോപ്പ് ബോക്സ് റിസപ്ഷൻ സെക്ഷനിൽ സെറ്റ് ടോപ്പ് ബോക്സ് ഡിമോഡുലേറ്റ് ചെയ്ത് ഡീകോഡ് ചെയ്ത് ഓഡിയോ വീഡിയോ സിഗ്നലാക്കി TVയുടെ ഡിസ്പ്ലേ വഴി നമുക്ക് TV സിഗ്നൽസ് കാണാൻ കഴിയുന്നു. ഓക്കെ, ഇവിടെ ഇതിന് ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി ബാൻഡുകളാണ് C ബാൻഡ്, KU ബാൻഡ്, KA ബാൻഡ്. ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് KU ബാൻഡാണ്. KU ബാൻഡിലെ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ 950 to 2150 MHz ആണ്. DTH സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് KU ബാൻഡാണ്. ഇനി C ബാൻഡ് ഉപയോഗിക്കാറുണ്ട് ലാർജ് എർത്ത് സ്റ്റേഷൻ, ലാർജ് ആൻറ്റിന. ഓക്കെ, സി ബാൻഡ് KU ബാൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രീക്വൻസി കുറവാണ്, അതുകൊണ്ട് തന്നെ ലാർജ് ആൻറ്റിന വേണം. അവിടെ വരുന്ന ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സാധാരണഗതിയിൽ 70 MHz ആണ്. ഇനി ഹൈ ത്രൂപുട്ട് സിസ്റ്റത്തിൽ KA ബാൻഡ് ഉപയോഗിക്കാറുണ്ട്. അവിടുത്തെ IF റേഞ്ച് എന്ന് പറഞ്ഞാൽ 1 GHz ആണ്. 1 GHz എന്ന് പറഞ്ഞാൽ L ബാൻഡിലാണ് വരുന്നത്.